നിങ്ങളുടെ സുഹൃത്തുക്കൾ വെച്ചൊരു സിനിമ ഷൂട്ട് ചെയ്യും, നിങ്ങളത് നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എഡിറ്റ് ചെയ്യും, നിങ്ങൾ റോയൽറ്റി ഫ്രീ മ്യൂസിക് വെച്ച് റീ റെക്കോർഡ് ചെയ്യും. മഹാ ബോറായിരിക്കും, കുഴപ്പമില്ല, നിങ്ങൾ കണ്ടിട്ട് ഇത് ഇങ്ങനെ ബെറ്റർ ആക്കാലോ, ഇത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യാമല്ലോ. ഇങ്ങനെ സിനിമ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ പണ്ട് സിനിമയിൽ വന്ന സമയത്ത് അന്ന് ഡിജിറ്റൽ ക്യാമറകൾ വന്നിട്ടില്ല. ഞാനൊക്കെ ഏതാണ്ട് 60 വയസ്സായ പോലെ സംസാരിക്കുന്നത്. ശരി. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഡിജിറ്റൽ ക്യാമറകൾ വന്നിട്ടില്ല. അന്ന് ഫിലിം സ്റ്റോക്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ എനിക്ക് ഈ സിനിമയുടെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഒരുപാട് ഫിലിം മേക്കേഴ്സിനോട് ഞാൻ പോയിട്ട് ഈ സിനിമ എന്ത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇത് ഫ്യൂജി, ശരി. അപ്പൊ ഞാൻ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ, ചേട്ടാ ഈ സീനിൽ നമ്മൾ ഫ്യൂജിയുടെ എന്ത് സ്റ്റോക്ക്, ഇതിനകത്ത് നമ്മൾ 250D ഡേ ലൈറ്റ് സ്റ്റോക്ക്, അത് ശരി 250D ഡേ ലൈറ്റ് സ്റ്റോക്ക്, അതെന്താ ചേട്ടാ അത് അല്ല അത് ഇപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആയതുകൊണ്ട് ഫ്യൂജി ആകുമ്പോൾ കുറച്ച് സാച്ചുർ, ഇതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഒരു സിനിമയിൽ നിന്ന് ഈ സിനിമ എന്ത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട് തന്നെ ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇത് മനസ്സിലായില്ല. അന്നത്തോടുകൂടി ഞാൻ ഈ ചോദ്യം നിർത്തിയിരുന്നെങ്കിൽ, അയ്യോ ഇത് ചോദിച്ചാൽ കുഴപ്പമാണ്, അന്നത്തോടുകൂടി ചോദ്യം ചോദിക്കൽ നിർത്തിയിരുന്നെങ്കിൽ മേ ബി എനിക്ക് സിനിമയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആ എക്സ്ക്യൂസ് ഇല്ല, നിങ്ങൾക്ക് മീഡിയം ആക്സസ് ഇല്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഇല്ല, ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. ഒരു 20 മിനിറ്റ് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് ആരുടെയും സഹായം വേണ്ട. സോ ഇഫ് യു റിയലി വോണ്ട് ടു ഡു ഇറ്റ്